ഹായ് ഓൾ, ഇറ്റ്സ് എ റിവ്യൂ ടൈം. ഇന്നത്തെ പ്രോഡക്റ്റ് ഗാർണിയറിന്റെ BB ക്രീം ആണ്. ഗാർണിയറിന്റെ BB ക്രീം എന്ന് പറയുമ്പോൾ ഒത്തിരി BB ക്രീം യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു ഫേവറേറ്റ് എന്ന് പറയാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് സാധനമാണ് ഈ BB ക്രീം. ഗാർണിയറിന്റെ അതുപോലെ ലാക്മിന്റെ ഒക്കെ BB ക്രീം നമ്മൾ ഫെമിലിയർ ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടാവും, പോൺസിന്റെ യൂസ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഇന്ന് എൻ്റെ കയ്യിലുള്ളത് ഗാർണിയറിന്റെ ആണ്. ഇത് ബ്രൈറ്റ് കംപ്ലീറ്റ് വൈറ്റമിൻ സി BB ക്രീം ആണ്. ബ്യൂട്ടി ബെനഫിറ്റ് ക്രീം എന്നാണ് ഇവർ പറയുന്നത്. ഇത് നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റർ ലുക്കിംഗ് സ്കിൻ ആക്കും, ഹെൽത്തി ഗ്ലോ തരും. അതുപോലെ സീറോ ഇംപെർഫെക്ഷൻസ് ആണ്, ഈവൻ സ്കിൻ ടോൺ ആക്കും. അതുപോലെ 8 മണിക്കൂർ നമ്മുടെ സ്കിന്നിൽ മോയ്സ്ചറൈസിങ് ആയിട്ട് 8 മണിക്കൂർ വയ്ക്കും എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഞാനത് യൂസ് ചെയ്യാൻ കുറേ നാൾ മുൻപ് ഞാൻ വർക്ക് ചെയ്യുന്ന ടൈമിൽ ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന സാധനമാണ്. പക്ഷേ റിവ്യൂ ഒന്നും ചെയ്യാൻ അന്ന് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. പക്ഷേ ഇപ്പൊ BB ക്രീം, CC ക്രീം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ആദ്യം വന്നത് ഈ സാധനത്തിന്റെ റിവ്യൂ ചെയ്യണം എന്നാണ്. ഞാൻ പണ്ട് യൂസ് ചെയ്ത സെയിം സാധനം തന്നെയാണ്. ചെറുതായിട്ടൊന്നൊരു പാക്കേജിൽ എന്തോ ചേഞ്ച് വരുത്തിയിട്ടുണ്ട്, ബാക്കി ഒന്നും വ്യത്യാസമില്ല. ഞാനിപ്പോൾ ഇത് വെച്ചിട്ട് ഞാനൊരു ഗെറ്റ് റെഡി വിത്ത് മീ പോലെ ചെറിയൊരു ഷോട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ കയറി നോക്കി അത് കാണാൻ വേണ്ടി പറ്റും. ഞാൻ ഈ ലുക്ക് ക്രിയേറ്റ് ചെയ്തതാണ് കേട്ടോ. അത് വളരെ ഈസി ആയിട്ട് ചെയ്തേക്കുന്നതാണ്. ഒന്നും ചെയ്തിട്ടില്ല, 2-3 പ്രോഡക്റ്റ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇത് ഒരു മോയ്സ്ചറൈസർ മാത്രം വെച്ചിട്ടാണ് ഞാൻ ചെയ്തേക്കുന്നത്. അത് വേണമെങ്കിൽ നോക്കിക്കോട്ടെ, ഷോർട്ട് ആയിട്ട് ഇട്ടേക്കുന്നത്, അപ്പോൾ നിങ്ങളുടെ സമയം പോയില്ല. അപ്പൊ ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ SPF ഉള്ള ഒരു CC ക്രീം അല്ലെങ്കിൽ BB ക്രീം. അപ്പോൾ ഇതൊരു BB ക്രീമാണ്. ഇതിനകത്ത് SPF 24 PA+++ ഉണ്ട്. UVA പ്രൊട്ടക്ഷൻ, UVB പ്രൊട്ടക്ഷൻ ഇത് തരുന്നുണ്ട്. ഇവരിന്റെ പണം കൊടുത്തിരിക്കുന്നുണ്ടോ, അതായത് നമ്മുടെ സ്കിന്നിൽ ഇടുന്ന സമയത്ത്. ഇത് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഇതൊരു ഇന്ത്യൻ സ്കിൻ ടോണിന് വേണ്ടിയിട്ട്, ഏത് സ്കിൻ ടോൺ ആയിക്കോട്ടെ, ഒരു ഇന്ത്യൻ സ്കിൻ ടോണിന് വേണ്ടിയിട്ട് എസ്പെഷ്യലി ഉണ്ടാക്കിയിട്ടുള്ളതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. സോ എല്ലാവർക്കും നമ്മളിത് കയ്യിലെടുക്കുമ്പോൾ ഒരു ഭയങ്കര ലൈറ്റർ വേർഷൻ ആയിട്ട് തോന്നും. പക്ഷെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കിനും നമ്മുടെ സ്കിന്നുമായിട്ട് അങ്ങ് മാച്ച് ആയി പോയിക്കോളും. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, അതുകൊണ്ട് തന്നെ കവറേജ് കുറവാണ്. ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും, ഈവൻ BB ക്രീം ആയിക്കോട്ടെ, ഫൗണ്ടേഷൻ ആയിക്കോട്ടെ, CC ക്രീം ആയിക്കോട്ടെ, അതിൽ കവറേജ് വളരെ കുറവായിരിക്കും. ബിക്കോസ് ലൈറ്റ് വെയിറ്റ് ആണ്. പക്ഷെ അത് സ്കിന്നിന് ഒത്തിരി സ്കിൻ ബെനിഫിറ്റ് ഉണ്ടായിരിക്കും. കാരണം ഭയങ്കര എക്സ്ട്രാ കവറേജോ കറക്റ്ററോ ഇല്ലാത്തതുകൊണ്ട് തന്നെ സ്കിന്നിന് ഭയങ്കര നല്ലതായിരിക്കും, ബ്രീത്തബിൾ ആയിരിക്കും, മോയ്സ്ചർ കണ്ടന്റ് നിറയെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ 8 അവർ മോയ്സ്ചറൈസ്, 8 അവർ ഒന്നില്ലെങ്കിൽ ഒരു 4-5 മണിക്കൂറൊക്കെ നല്ല രീതിയിൽ നല്ല മുഖം നന്നായിരിക്കും. പിന്നെ ഒത്തിരി ഡാർക്ക് സ്പോട്ടോ അല്ലെങ്കിൽ പിഗ്മെന്റേഷനോ അൺഈവൻ സ്കിൻ ടോണോ ഉള്ള ആൾക്കാരും BB ക്രീം നിങ്ങൾ എടുക്കണ്ട. നിങ്ങൾക്ക് CC ക്രീം ആയിരിക്കും ബെറ്റർ. CC ക്രീം എന്ന് പറയുമ്പോൾ കളർ കറക്റ്റർ അതും കൂടെ ഉണ്ടായിരിക്കും. കുറച്ചും കൂടെ സ്കിൻ ഒരു ലൈറ്റ് വെയിറ്റ് ടെക്സ്ചർ ആയിരിക്കില്ല, കുറച്ചും കൂടെ ഒരു കവറേജ് തരും. ഇത് അത്ര കവറേജ് ഇല്ല കേട്ടോ, ലൈറ്റ് വെയിറ്റ് ആണ്. BBയും CCയും തമ്മിലുള്ള വ്യത്യാസമാണ് ഞാൻ പറയുന്നത്. രണ്ടിലും ഒരു സ്കിൻ ബെനിഫിറ്റ് ഉണ്ടായിരിക്കും. പക്ഷേ BB ക്രീം ആണ് കുറച്ചും കൂടി, നിങ്ങളുടെ സ്കിൻ വന്നിട്ട് ക്ലിയർ സ്കിൻ ആണ്, വലിയ പ്രശ്നമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ BB